ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്നും വരുന്ന പോലെ തന്നെ വന്നിക്കണത് ചെടിയുടെ വിശേഷമായിട്ട് തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാനേ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ എനിക്ക് കുറച്ച് ചെടികൾ കിട്ടി. കുറേ ദിവസമായിട്ട് ആ ചെടികൾ അവിടെ തന്നെ നിൽക്കണു. അപ്പം അത് ഒരു വീടിൻ്റെ പടിക്കലായ കാരണം കൊണ്ട് ഇനിയിപ്പോൾ അവരുടെ ആവശ്യമുള്ള ചെടികളാണോ എന്ന് അറിയില്ലല്ലോ. അത് കാരണം ഞാനങ്ങനെ പറിക്കാതെ നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ വീട് ഇങ്ങനെ ണതൊക്കെ കണ്ടു. വേറെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വേണ്ടാത്ത ചെടികൾ തന്നെയാണെന്ന് മനസ്സിലായിട്ടാ. അപ്പോൾ ഞാനത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കേട്ടോ പറിച്ചത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ചെടി. ഇത് ഞാൻ കുറേ ആയിട്ടാ ഈ വീടുകളിലൊക്കെ കാണുന്നു. കണ്ടാ ഈ ഒരു ചെടി ഒരു എന്താ പറയുക ഒരു നമ്മൾ പറയില്ലേ മധുരച്ചേമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ? പണ്ട് നമ്മൾ പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ്, അതിൻ്റെ പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ. അതും ഒരു മഞ്ഞ് ഇട കലർന്ന് ചുമപ്പൊക്കെ ആയിട്ടൊരു പൂവ് പോലൊരു ഇതിൻ്റെ പൂവ് അങ്ങനെയാണ് ഒരു വരിക, ഒരു ഇല പോലെ തന്നെ ആയിട്ടൊരു പൂവ് വരും. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് നഴ്സറികളിലൊക്കെ ഉണ്ട്. അപ്പം നല്ല വിലയുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിന് മേടിക്കുമ്പോൾ. ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെടികൾ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഓരോ വീടുകളിൽ. അപ്പം അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയം. അത് കുഴിച്ചിടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ പ്ലാവിൻ്റെ മുകളിൽ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചിലതായിട്ടില്ല, എന്നാളുണ്ട് ഒരെണ്ണം ഉണങ്ങിയ പോലെ ആയിട്ട് വീണ് കൊടുക്കണു, അല്ലാണ്ട് അത് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒന്ന് വീണത് പകുതി കേടായ പോലെയാണ് എന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴെ നിൽക്കണതൊക്കെ നമുക്ക് ഇങ്ങനെ താഴത്ത് നിന്ന് പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നിർത്തി വെക്കുക, പഴുക്കാണെങ്കിലും കാണുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോവുക കേട്ടോ. അപ്പോൾ മേലെയാണെങ്കിൽ കണ്ടില്ലേ നമ്മൾ ഈ ഇതിവിടെ കൈതച്ചക്ക ഉണ്ടായിരുന്നൊരു ചട്ടിയല്ല കേട്ടോ ഇത്. അതിൽ ഇപ്പോൾ ഒരു കഞ്ഞുണ്ണി നിൽക്കണ കാരണം കൊണ്ട് കൈതച്ചക്കയൊക്കെ മുറിച്ചെടുത്തു. ആ കഞ്ഞുണ്ണി കാരണം കൊണ്ടാണ് അത് പറിക്കാതെ അവിടെ നിർത്തി. അപ്പോൾ അത് എടുക്കാൻ പറ്റുക, എടുക്കണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടോ ഈ ചട്ടി. അപ്പം നമുക്ക് വേറെ നോക്കാം. അപ്പോൾ ഈ കൈതച്ചക്കയൊക്കെ പറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇപ്പം ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈതച്ചക്ക എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതൊന്ന് കാണും കേട്ടോ നിങ്ങൾ. ആയിട്ട് പഴുത്തുണ്ട് കേട്ടോ. നല്ല മഞ്ഞ കളറൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിളി കൊണ്ടുപോയി, ഈ പ്രാവശ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇത് നിറമൊക്കെ കാണാണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൊട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇനി കിട്ടില്ല. ഇതും ആയിട്ടുണ്ട്. ചെറിയ പൈനാപ്പിളാട്ടാ ഇത്. ഉണ്ടായിട്ട് ഒരു പ്രാവശ്യം മുറിച്ച തൈൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ചെനപ്പ് കൂട്ടിയിട്ട് അതും ഉണ്ടായി. ഇപ്പം രണ്ട് നല്ല മണമുണ്ട്. പൈനാപ്പിൾ കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇതാ കണ്ടില്ലേ, ഇത് നോക്ക്. നമ്മുടെ ഒരു നല്ല മണി പ്ലാന്റ് ഞാനൊരു 3 ഇഴയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നീണ്ട് വന്നിട്ട് നിലം മുട്ടി, എന്നിട്ട് നിലത്ത് വേര് പിടിച്ചു തുടങ്ങി. അപ്പം ഞാനത് എടുത്തിട്ട് മുകളിൽ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. അവിടെ കൊളുത്തിയിടാൻ പിന്നെ സ്ഥലമില്ല, താഴെ എത്തും. അപ്പം ഞാനത് മേലെ കൊണ്ടുവന്ന് വെച്ചതാണ്. എന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇടാലോ, അങ്ങനെ കൊണ്ടുവച്ചതാട്ടോ. അത് നല്ല ഭംഗിയുണ്ട്, നല്ല വലിയ ഇലകൾ വരുന്നുമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ തൂങ്ങി തന്നെ കിടന്നോട്ടെ വെച്ചിട്ടാട്ടോ. എനിക്കത് മുറിച്ച് കളയാൻ മടിയാവുക, അത് കാരണം കൊണ്ടാണ് മുറിച്ചിട്ട് നടാനൊക്കെ. നമ്മുടെ ഈ തൊട്ടപ്പുറത്തെ പറമ്പിലേ കണ്ടില്ലേ, ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ കണ്ട ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരാൾ മെല്ലെ പളങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായി ശ്രദ്ധിച്ചിട്ട് ആൾ വരുന്നത് കേട്ടോ. നമ്മുടെ ശബ്ദം കേൾക്കണതിനനുസരിച്ചിട്ട് ഓടുക വേണ്ടത് എന്താ വേണ്ടത് എന്ന് ആലോചിച്ചിട്ട് ആളിങ്ങനെ നിൽക്കുകയാണ്.
എന്താ വേണ്ട വെച്ചിട്ടാ ഞാൻ കാണിച്ചു തരാട്ടാ, നന്നായി നോക്കിക്കോട്ടാ. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കടന്നു വരും. ആൾ കുറേ നേരമായി അവിടെ ഇങ്ങനെ എൻ്റെ ശബ്ദം കേൾക്കണമുണ്ട്, ഞാനിവിടെ നടക്കണതും. പിന്നെ എൻ്റെ കൂടെ പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ആളിങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കായിരുന്നു. കാണാണ്ടോ നിങ്ങൾക്ക്? എന്ത് രസമല്ലേ, നല്ല വലിയ പീലിയായിട്ട് ഇങ്ങനെ ഇതൊന്ന് നിവർത്തി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ നിവർത്തി നിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം. ആളിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോവുക. അങ്ങനെ നമ്മുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ ശബ്ദം കേൾക്കുമ്പോഴേ ഇവർക്ക് ഭയങ്കര പേടിയാണ് ഈ മയിലിന്. ഈ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാലൊക്കെ പെട്ടെന്ന് ഓടിപ്പോവും. അങ്ങനെയാ. ഇപ്പം ഇങ്ങനെ ഞാൻ കണ്ടതാട്ടോ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ. ഞാൻ മിക്കവാറും കാണുക മറ്റേ ഈ പെൺപടേനെ ആവുക. ഒരു 5-6 ആളൊക്കെ ആയിട്ട് 5-6 പെണ്ണുങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. അങ്ങനെ ഞാൻ മിക്കവാറും കാണാറ്. ഇങ്ങനെ ഈ ആൺമയിലിനെ കാണൽ അധികം ഇല്ല. ഇപ്പം 1-2 പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ കാട്ടകാമ്പാൽ എന്നുള്ള പേര് ശരിക്കും ഒരു കാടിനെ തന്നെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. കണ്ടില്ലേ, മയിൽ കുരങ്ങ വരാറുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. വേറെ മലമ്പാമ്പുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മലമ്പാമ്പിനെ കേട്ടാ. അണലിയുണ്ട്. ഈ കാട് പോലെ തന്നെ ശരിക്കും. ആ പേര് അന്വർത്ഥാക്കണ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജീവികളിനൊക്കെ ഇവിടെ കാണും കേട്ടോ. പാളങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇവിടെ നിന്നാണ് ഇറങ്ങിയ പിന്നെ പാടാണ് ആ പറമ്പ് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ അവിടെ പോയിട്ട് തിരിച്ച് വരൂറ്റ കുറേ കഴിയുമ്പോൾ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കാട്ടാ കരയണത്. ഇപ്പം ഇവൻ്റെ ഒച്ച കേട്ടിട്ടാണ് അതിങ്ങനെ നിന്ന് തരുന്നത്, കരയണ ഒച്ച കേട്ടിട്ടേ. ഇപ്പം ഇങ്ങനെ പിന്നാലെ നടക്കുക കരഞ്ഞിട്ട്. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ടാണ് ആളിങ്ങനെ പതുങ്ങി നിന്നിരുന്നത്. ഇപ്പം അങ്ങോട്ട് പാടത്തേക്ക് അത് ഇറങ്ങി പോകട്ട, അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഇപ്പം ഇതാണ് എനിക്കിപ്പോൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഇതാണ് കിട്ടിയത്. ആദ്യം ഇവിടെ മേളിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രം. അപ്പോൾ അതിലേക്ക് വെക്കാൻ വെച്ചിട്ട് നിലത്ത് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് അറിയോ, പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് അവിടുന്ന് പറിക്കേണ്ടി വരും. എനിക്ക് അങ്ങനെ മിക്കവാറും ഉണ്ടാവുക. അപ്പം ഞാൻ മിക്കവാറും ചട്ടിയിൽ തന്നെ എനിക്ക് കിട്ടണതൊക്കെ കൊടുന്ന് വയ്ക്കുക. നിലത്ത് കുഴിച്ചിടാൻ പേടിയാണ്, അവിടുന്ന് മാറ്റേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഈ വലിയ പാത്രമാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഈ 2 വേറെ പാത്രത്തിൽ ചെടി പറിച്ചിട്ടുള്ള മണ്ണ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് അതിൽ നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതെടുത്ത് വെച്ചെടുക്കണത് കേട്ടോ. കണ്ടില്ലേ, തോനെയുണ്ട്. അത് കുറേയൊക്കെ ഒരു കൂട്ടായിട്ടാണ് നിൽക്കണ്ടായിരുന്നത്. വലിക്കുമ്പോൾ ചിലതിൻ്റെ വേര് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടാ. എന്നാലും കുഴപ്പമില്ല, ചിലതിൻ്റെ മുകളിൽ നിന്ന് പുതിയ ചെനപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചാൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ ഈ പാത്രം. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടാകുമ്പോൾ പിന്നീട് നമുക്ക് ഫ്രണ്ട് വശത്ത് ആ മതിലിൻ്റെ അരുവത്തൊക്കെ അങ്ങനെ ഒരു തടം പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെയുള്ള വീടിൻ്റെ ഓരോ അറ്റവും മൂലയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ അങ്ങനെ കൂടുതൽ കണ്ടക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന് ആ ചുമന്ന പൂവും കൂടി, ചുമന്ന ഓറഞ്ചും കളറായിട്ടുള്ളൊരു പൂവാണ്, അതും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ഈ ഇരിക്കണ ചട്ടിയിലത്തെ മണ്ണ് ഞാൻ ഇവിടേക്ക് ഈ പാത്രത്തേക്ക് എടുത്തിട്ടിട്ട് അതിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഒരു വാഴ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നല്ല പച്ച കളറാണ്, എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. നല്ല പച്ച കളറ്. നമ്മുടെ വീട്ടിൽ കൂടുതലും പച്ചയാണ് കേട്ടോ ചെടികൾ. കാരണം എന്താ വെച്ചിട്ടാ, പൂവുള്ള ചെടികൾ കൊടുന്നെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. മിക്കവാറും ഈ അമ്മയുടെ തെച്ചിയും ആ വെള്ളപ്പൂവും അമ്പലപ്പൂവും ഇല്ലേ, അമ്പലത്തിൽ മലകട ആ പൂവ് മാത്രം തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ പൂവുള്ള ചെടികളൊന്നും ഇപ്പം കാറ്റ്സ്കളോമ കുറച്ച് പൂവുണ്ടാവുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ. വേറെ പൂവുള്ള ഏത് ചെടി കൊണ്ടെന്ന് വെച്ചാലും നാശമാവും കേട്ടോ. ഇപ്പം 10 മണിയുമ്പോൾ പോലും പൂവുണ്ടാവണില്ല. ഞാൻ എത്ര നാളായി കൊണ്ടുവച്ചിട്ട് നിറയെ നിൽക്കുന്നുണ്ട്. പുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറിച്ച് വെച്ചിട്ട് ഒന്നും കാര്യമില്ല, ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം തീരെ. പിന്നെ ഞാൻ അമിനോ ആസിഡാണ് കേട്ടോ ഇതിനൊക്കെ തെളിക്കൽ. അതിപ്പോൾ ഇല്ല, ഉണ്ടാക്കണില്ല ഞാൻ. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ പൂവ് കുറവ് കിട്ടുക അതുമൊക്കെ, ഈ 10 മണിയുമ്മിലൊക്കെ. അല്ലെങ്കിൽ നല്ലോണം അത് ഒരു പ്രാവശ്യമായിട്ട് തെളിച്ച് കൊടുത്താൽ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല പൂവ് നിറയും, നല്ല വലിയ പൂവുണ്ടാവും. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
മത്തി ഇന്നാൾ കൊണ്ടുവന്നപ്പോൾ അത് പൂച്ചക്കുട്ടികൾക്കൊന്നും മത്തിയുടെ തല വേണ്ട, അവർക്ക് 2-3 ദിവസം അടുപ്പിച്ച് വാങ്ങിയപ്പോൾ അപ്പോൾ അത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായി കഴിഞ്ഞ് ആവാൻ ഒരു മാസമൊക്കെ പിടിക്കും കേട്ടോ. അതായി കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് തെളിച്ച് കൊടുത്താൽ നല്ല വൃത്തിയിൽ പൂവുണ്ടാവും. പൂവ് മാത്രമല്ല കേട്ടോ, ഇലച്ചെടികളാണെങ്കിലും ആ ചെടി നല്ല ഭംഗിയിൽ നിൽക്കും, നല്ല രസമായിട്ട് നിൽക്കും, നല്ല പച്ച കളറായിട്ട്. അങ്ങനെയാണ്. ഇപ്പം ഇവർ രണ്ടാളും എൻ്റെ പിന്നാലെ ഞാൻ എവിടേക്ക് നടക്കുമ്പോഴും ഉണ്ടാവും, പിന്നാലെ വാദിച്ച് ചില നേരത്ത് നമ്മൾ വീഴും, മറിഞ്ഞ് വീഴും, ഈ കാലിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്നാണ് ഓടുക. അങ്ങനെ അപ്പം എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ വന്നിരിക്കും. ഇപ്പം അവർ രണ്ടാളും അവിടെ ചെടിയുടെ ഇടയിലൊക്കെ കിടന്ന് നടക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ ഈ അതിലും 2-3 വേരില്ലാത്തതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കാൻ വെച്ചിട്ടാണ്. അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ശല്യമില്ലാത്തൊരു സ്ഥലമാണ് അത്, അവിടെ ഒന്നും ചെയ്യാനൊന്നും പോകണില്ല. അപ്പോൾ അവിടെ നിന്നോട്ടെ. ഇവിടെ കണ്ടില്ലേ, ഞാൻ തുളയ്ക്കുമ്പോൾ ഒക്കെ ആദ്യമേ ഒരു ഓട്ട, അതായത് ഒരു മാളം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കൈ വെച്ച് തുളച്ച പക്ഷെ അങ്ങോട്ട് കയ്യാ പോയി. കണ്ടാ, എന്ത് ജീവി തുളച്ച് വെച്ചേക്കണമെന്നാണ്. എല്ലായിടത്തും അതെ, ഈ വിരലുകൊണ്ട് നമ്മൾ ഈ കുഴി എടുക്കുമ്പോൾ അവിടെയൊക്കെ കണ്ടില്ലേ ഓരോ ഇതാണ്. അപ്പോൾ ഈ വല്ല ജീവികളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ഞാനങ്ങനെ നോക്കിയൊന്നുമില്ല, അങ്ങോട്ട് വെച്ച് കൊടുത്തു വിട്ടതിൽ. അപ്പോൾ അതവിടെ ഭംഗിയായിട്ട് ഉണ്ടാവട്ടെ, നല്ല രസമായിട്ട് നിൽക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ എല്ലാതും കുഴിച്ചിടുമ്പോഴും ഇങ്ങനെ തന്നെ വിചാരിക്കുക, ഇനി അത് നല്ല ഭംഗിയായിട്ട് വരും എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പറയണത്. ചിലപ്പോൾ നോക്കുമ്പോൾ അത് നേരെ വിപരീതമാവും കേട്ടോ. എൻ്റെ റോസൊക്കെ ഞാൻ വെക്കുമ്പോൾ അങ്ങനെയാണ് ഇരുന്നുണ്ടായിരുന്നത്. അപ്പം എന്നിട്ട് എവിടെ റോസൊക്കെ ഒരു തരി പോലും ഇല്ല, കംപ്ലീറ്റ് പോയി. ആ റോസിന് ജാതി കേട് വന്നിട്ട് ഇലയൊക്കെ മഞ്ഞളിച്ച് വീണ് പോയി. റോസിൻ്റെ കടയ്ക്ക് ഒരു പുതിയ വേര് പോലും എൻ്റെ റോസിന് വന്നിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് നിന്നുണ്ടായിരുന്ന ഒരു റോസ് എന്താണ് ഇതിൻ്റെ എനക്കല്ലാത്തതൊന്ന് പൊന്തിച്ച് നോക്കിയപ്പോഴുണ്ട്, പറിച്ച് നോക്കിയപ്പോൾ ഒരു പുതിയ വേര് പോലും വന്നിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഉമ്മറത്ത് വെച്ചിട്ട് ചവിട്ടുപടിയുമ വെച്ചിട്ടുണ്ടായിരുന്ന അഗ്ലോണിയമയുടെ കുറച്ച് 2-3 വെറൈറ്റികളുണ്ടായിരുന്നു. അത് ഞാൻ ആ ചവിട്ടുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിൽ കാരണം കൊണ്ടൊന്നും ഭംഗിയായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാനിത് വലിയ വെയിലില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ 2-3 ഇളയൊക്കെ വന്നു. എല്ലാത്തിനും കൂടുതൽ ചെടികൾ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നടണില്ല, വേറെ ഇതിനെക്കാട്ടും കുറച്ചും കൂടി വേറെ ഇത്തിരി വലിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം വെച്ചിട്ട്. ഇത് ഞാൻ മുതുവർന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒടിച്ച് കൊണ്ടുവന്നൊരു ചെടിയാണ് കേട്ടോ. അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവുന്നില്ല, അത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഒരു കീറി എടുത്ത പോലെയാണ്, കത്തിയൊന്നും ഇല്ലാതെ ഞാൻ മുറിച്ചെടുത്തിട്ടേ ചതച്ചിട്ടൊക്കെയാണ് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് ഉണ്ടായിട്ടാ ചട്ടിയിൽ, അത് നിൽക്കുന്നുണ്ട്. ഞാൻ എന്തിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പച്ചപ്പൊക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടായി വരും കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫ്രണ്ടിലാവുമ്പോഴേ ഇപ്പോൾ കുറച്ച് മഴ പെയ്തിട്ട് ഇത്തിരി ചളി കെട്ടിയ പോലെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇനി ആ മണ്ണും കൂടി ആവണ്ട വെച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് ബാക്കിലാണ് കേട്ടോ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് വൃത്തിയാക്കാൻ പോണത്. കുറേ അതിൻ്റെ മുകളിൽ കേടായ ഇലകൾ നിൽക്കുന്നുണ്ട് ചെടിയുടെ മുകളിൽ. പിന്നെ ഇലയുടെ മുകളിലൊക്കെ മണ്ണ് തെറിച്ചിട്ടേ, നിറയെ മണ്ണ് തെറിച്ചിട്ട് മഴ പെയ്തിട്ട് ഇലയൊക്കെ വൃത്തികേടായിട്ടാണ് നിൽക്കണം, ചട്ടിയും ഇലയും ഒക്കെ. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബാക്ക് വശത്ത് കൊണ്ടുവന്ന് വയ്ക്കണത്. ഈ ബാക്കിൽ ഭയങ്കര വെയിലാവുക, നല്ല വെയിലുള്ള സ്ഥലമാണ് ബാക്ക് വശം. ഒരു 10 മണി തൊട്ട് തന്നെ ഇവിടെ വെയിൽ തുടങ്ങിയാൽ 4 മണി 4:30 വരെയൊക്കെ അവിടെ വെയിലുണ്ടാവും കേട്ടോ. അപ്പോൾ 10 മണിയൊക്കെ ഞാൻ നമ്മുടെ 10 മണി ചെടിയൊക്കെ ബാക്കിലേക്ക് എടുത്തു വയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബാക്കിലെടുത്ത് വെച്ചാൽ അവിടെ ഇനി മാറ്റം വന്നെങ്കിലോ നല്ല വെയിൽ തട്ടിയിട്ട് വെച്ചിട്ടാണ്. ടെറസിൻ്റെ മുകളിൽ ഇപ്പോൾ കൊണ്ടുവയ്ക്കണില്ല, കാരണം എനിക്ക് കയറി പോകാൻ പറ്റണില്ല. എനിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് തട്ടിൻ്റെ മുകളിലേക്ക്. പിന്നെ മടിച്ചിട്ട് വിചാരിക്കും അവിടെ ഇരിക്കട്ടെ, 2 ദിവസം മുന്നേ അല്ല ഒഴിച്ചത് വെള്ളം, അങ്ങനെ വിചാരിച്ച് ചിലപ്പോൾ 5 ദിവസമൊക്കെ ആവും. അപ്പോൾ ചെടി വല്ലാതെ വൃത്തികേടാവുക, അതാണ്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ ഞാൻ ചിറക്കിലൊരു പീടിയെന്ന് വാങ്ങിയതാട്ടോ. അത് തരുമ്പോൾ ഇത്ര വലിയതൊന്നും അല്ലായിരുന്നു, എന്നാലും ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ കൂടുതൽ ഇലയൊക്കെ ആയിട്ട് വന്നപ്പോൾ അതൊരു നല്ല ചട്ടിയിലേക്ക് മാറ്റി വെച്ചതാട്ടോ. അത് മേടിക്കണം ആ ചട്ടിയിൽ തന്നെയാണ് നിന്നായിരുന്നു.
അപ്പോൾ അത് വേറെ ചട്ടിയിലേക്ക് മാറ്റി. പിന്നെ രണ്ട് ചെടി ചെറിയ ചെറിയ ചട്ടിയിലായിട്ട് നിന്നായിരുന്നു. അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു ചട്ടിയിലേക്ക് വെച്ചു. കൂടുതൽ ഇല ഉണ്ടാകുമ്പോഴാണ് ഇതിന് ഭംഗി ഉണ്ടാവുക, അഗ്ലോണിമ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് എല്ലാതും മാറ്റി വെച്ചതിന് ശേഷം ഈ അരുത്ത് ഇവിടെ കുറച്ച് വെയിലില്ലെങ്കിലും നല്ല എന്താ പറയുക, കടുത്ത വെയിലുണ്ടാവില്ല, എന്നാൽ ആവശ്യത്തിന് വെയിലുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വൃത്തിയായിട്ട് ഉണ്ടായിക്കോളൂ. എനിക്ക് കണ്ണൻ സ്റ്റാൻഡ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നല്ല രീതിയിൽ വെക്കാമല്ലോ, അത് വരെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ആകുമ്പോൾ ചളി തെറിക്കില്ല. ഇവിടെ കുറച്ച് ഞാൻ സിമെൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴുക്കിയിട്ട് അവിടെ നടക്കാനും പറ്റണില്ല കേട്ടോ. അങ്ങനെയും കുഴപ്പമുണ്ട് ഈ സിമെൻറ്റ് വെച്ചാൽ. വെള്ളമായി കഴിഞ്ഞാൽ എന്തായാലും വെള്ളം ഒഴുകണ സ്ഥലത്ത് ഒരു വഴുക്കലുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇനി പുതിയത് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതുവരേക്കും എല്ലാവർക്കും ബായ്.